പ്രൈസ് ലോർഡ്. നമുക്കിന്ന് 16-ാം അധ്യായത്തെപ്പറ്റി ശ്രദ്ധിക്കാം. സ്ത്രീയെപ്പറ്റി പറഞ്ഞത് ശ്രദ്ധിക്കാം. ഓക്കെ, അതിന് മുമ്പ് സ്വകസ്നായ പിതാവേ, ഇന്നത്തെ സന്ധ്യാസമയം ഞങ്ങൾ അല്പസമയം വചനമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നു. ആ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കീഴ്പ്രധാനത്തിൽ അടക്കമേ. ദൈവമേ, പറയാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് അടിയൻ നൽകി തരണമേ. ദൈവ മക്കൾക്ക് കേൾക്കേണ്ടത് മാത്രമേ പറയാനുള്ളേ, ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ. എല്ലാവർക്കും അത് ജീവിതത്തിന് അനുഗ്രഹപ്രദത്തിൽ അടക്കമേ. യേശു മനസ്സിലാക്കുന്ന ഈശോത്തിൻ്റെ ആമേൻ. ഓക്കെ, നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം. ടു വുമൻ ഹീ സെഡ്, ഐ വിൽ ഗ്രേറ്റ്ലി ഇൻക്രീസ് യുവർ ലേബർ പെയിൻ. വിത്ത് പെയിൻ യു വിൽ ഗീവ് ബർത്ത് ടു ചിൽഡ്രൻ. യു വിൽ വാണ്ട് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്, ബട്ട് ഹീ വിൽ ഡോമിനേറ്റ് യു. ഓക്കെ, 16-ാമത്തെ വാക്ക്, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് ഗർഭധാരണ ക്ലേശം ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇതെത്ര സത്യമല്ലേ, കറക്റ്റ് സത്യം. അയ്യോ, കൺട്രോളിങ് ഫ്രീക്ക് എന്ന് പറഞ്ഞ ഒരു വംശമാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് അല്ലേ. സത്യമല്ലേ? ഈയടാ, പലരുടെ മനസ്സിലൊരു ലഡു പൊട്ടിയല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, ഐ വിൽ ഗ്രേറ്റ്ലി ഇൻക്രീസ് യുവർ ലേബർ പെയിൻ എന്ന് പറയുന്നത് ആ ഗർഭ സമയത്തുണ്ടാകുന്ന വേദനയല്ല, ആ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ആ സെക്ഷൽ റിലേഷൻഷിപ്പ് തൊട്ട് തുടങ്ങുന്ന വേദന, പിന്നെ അവർ തമ്മിൽ കണ്ടെത്തുമ്പം മുതലുള്ള വേദന, അത് പൈതങ്ങളുണ്ടാകുന്ന സമയത്ത് ഒരു പൈതങ്ങൾ ഉരുവായി കഴിയുമ്പം പെണ്ണുങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ ഓർത്ത് നോക്കിയേ. എന്തുമാത്രം കഷ്ടപ്പാടുകളല്ലേ. നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിക്കും നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ, പക്ഷേ ഈ കണ്ടു നിൽക്കുന്നത് ഞങ്ങളായിരിക്കും. നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ഞങ്ങളോടല്ലേ തീർക്കുന്നത്, ഞങ്ങളല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. ഓക്കെ, ആ വേദന, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്തുള്ള വേദന, അത് കഴിഞ്ഞ് ഇവരെ വളർത്താനുള്ള വേദന, 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ച് കഴിയുമ്പോഴും ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഭർത്താവിന് അല്ലേ. അപ്പം അതുകൊണ്ടാണ് അതാണ് വേദനയെന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദന. എന്തുകൊണ്ട് വേദന ഉണ്ടാകുന്നു കാണിച്ചു തരാം. വുമണിനോട് സാത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ പാമ്പ് പറഞ്ഞു ഇത് കാണുവാൻ നല്ലതും ഭംഗിയുള്ളതും പറഞ്ഞു. ആ വുമൺ, ആ സ്ത്രീയുടെ നിരൂപണത്തിൽ കണ്ട് അത് നല്ലതെന്ന് തോന്നി അതെടുത്താൻ കഴിച്ചു. ഭർത്താവിനോട് ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇത് ഒരു കൺഫേം ചെയ്യാൻ ദൈവത്തോട് ചോദിച്ചു. പുള്ളിക്കാരത്തിയുടെ നിരൂപണത്തിൽ കണ്ടതെങ്ങനെയോ അതെടുത്താൻ കഴിച്ചു. മനസ്സിലായി? അതാണ് തെറ്റ്. ഇപ്പം ഇത് നമുക്ക് പല സമയത്തും നമ്മുടെ ആൾക്കാരിലെല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ കാഴ്ചയാൽ കാണുന്ന നമുക്ക് നല്ലതെന്ന് തോന്നി, ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ എടുത്തങ്ങ് ചെയ്യും അല്ലേ. ആ തെറ്റങ്ങ് ചെയ്യും. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന അതിൻ്റെ ഭവിഷ്യത്തുകളോ അതിനെപ്പറ്റി ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഇല്ല. പിന്നെ അതിനെ നമ്മൾ ന്യായീകരിക്കാനാണ് നോക്കുന്നത് അല്ലേ. ന്യായീകരിച്ച് ഇതാക്കണം. ഇപ്പം സ്ത്രീകളിലായി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കൊച്ചു സമയത്തൊന്നുമില്ല, പിന്നെ ആ ഒരു ടീനേജർ ആ സമയത്ത് ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളും, ഹൗ ടു ഇംപ്രസ് അതർ ആൾക്കാരെ. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം കല്യാണം കഴിച്ച് കഴിയുമ്പം പിന്നെ പിള്ളേരുടെ ഇതൊക്കെ കാര്യത്തിൽ പോയി. അത് പിന്നെ വരുമ്പോൾ ഒരു കൊച്ചമ്മ സ്റ്റാറ്റസ് വരും. ഈ കൊച്ചമ്മ സ്റ്റാറ്റസിലാണ് എല്ലാവർക്കും തെറ്റ് വരുന്ന സമയങ്ങൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഓരോ സൈക്കോളജിസ്റ്റ് അല്ലെ ഓരോ നിരൂപകന്മാർ പറയുന്നത്. ഈ കൊച്ചമ്മ സ്റ്റാറ്റസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഫാഷൻ, അവർക്ക് പ്രായം, കൊച്ചുങ്ങളൊക്കെ അയ്യോ ഞങ്ങൾ വയസ്സായോ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുമ്പോൾ അവർ പിന്നെ ചെറുപ്പമാകാൻ നോക്കും. മനസ്സിലായി? അവരുടെ മക്കളെക്കാട്ടി ചെറുപ്പമാകാൻ വേണ്ടിയുള്ള സ്റ്റാറ്റസും. അന്നേരമാണ് ഈ MKയുടെ ബാഗും തലമുടി പറത്തിയിട്ടുകൊണ്ട് നടക്കുന്നതും, പിന്നെന്തുവാ ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറ്റി ചെറുപ്പമാകാൻ വേണ്ടി മേക്കപ്പും ആഭരണങ്ങളും സകലതും ഇട്ട്. എൻ്റെ പൊന്നോ,
എന്തൊക്കെ കാണിക്കാനല്ലേ, എന്തൊക്കെ കാണണമല്ലേ. അത് തന്നെ ഇത് ഞാൻ സത്യമായിട്ട് ഇത് വായിച്ചപ്പം ഞാനിതെൻ്റെ മനസ്സിൽ കണ്ടു, മനസ്സിലായി. പക്ഷേ ഇതേപോലെ എഴുതി വെച്ച ആൾക്കാരെയാണ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ആ ഒരു നിരൂപണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത രീതിയിൽ എഴുതിയേക്കുന്നത് എന്താ പറഞ്ഞാൽ അബ്രഹാമും അവയുടെയും അബ്രഹാമിൻ്റെ കാര്യം. അബ്രഹാം തൻ്റെ നിരൂപണത്തിൽ കണ്ടു സോദോമ് 10 കൂടുതൽ ആൾക്കാരെങ്കിലും കാണും. നമ്മളുടെ നിരൂപണവും അങ്ങനെയല്ലേ, ഇത്ര പേര് കൂടുതൽ കാണും. അവസാനം അബ്രഹാം വാദിച്ച് വന്നപ്പോൾ എത്രയായി? ആ അബ്രഹാമിൻ്റെ ആ നിരൂപണത്തിനുള്ളതിനെക്കാട്ടി കുറച്ചേ ഉള്ളൂ നീതിമാന്മാരും അവിടെ ഉള്ളൂ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ അത് നമ്മൾ ദൈവത്തോട് ചോദിച്ചോ? അബ്രഹാം അറ്റ്ലീസ്റ്റ് അവിടെ ദൈവമായിട്ട് ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സെയിം കാര്യമാണ് നമ്മുടെ നിരൂപണത്തിൽ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. ദൈവത്തോട് ചോദിച്ചോ? നമ്മുടെ എല്ലാ ജീവിതകാര്യത്തിലും ഇപ്പം ഏതൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്രയ്ക്ക് പോവാം. ദൈവമേ, ഈ യാത്രയ്ക്ക് പോകുന്നതിൻ്റെ പ്ലാനൊക്കെ ഇടുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇത് നിൻ്റെ ഹിതമാണോ ഞങ്ങളവിടെ പോകുന്നത്, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അതേപോലെ പിള്ളേർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദൈവമേ അവർക്ക് പഠിക്കാനുള്ള, ഇപ്പോൾ പിള്ളേരുടെ കോളേജിലെ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇതാണ് അങ്ങനെ. എല്ലാ കാര്യത്തിലും നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഉണ്ടല്ലോ നമ്മൾ. പക്ഷെ എന്നാലും ചില കാര്യത്തിലൊക്കെ നമ്മൾ ആ എടുത്ത് ചാടി ചില സമയത്ത് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആൻസർ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ശൗലിനെ പോലെ പെട്ടെന്ന് ചാടിക്കയറി ഡിസിഷൻ എടുക്കുകയും ചെയ്യും, തെറ്റിപ്പം. പക്ഷേ എങ്കിലും ദൈവത്തിന് അത് നമുക്കറിയാം, മനസ്സിലായി. പക്ഷേ ഇതേപോലെ ഇവിടെ ആ സ്ത്രീ ആ ഒരു സംഭവം പുള്ളിക്കാരത്തി കണ്ടു, നല്ലതെന്ന് കണ്ടു, എടുത്ത് കഴിച്ചു. പക്ഷെ അതിന് അനന്തരഫലവും ഭയങ്കര ഒരിതായിപ്പോയി. ഓക്കെ, അപ്പം ഇവിടെ ഗർഭധാരണത്തിലെ പ്രസവത്തിൻ്റെ വേദന അങ്ങനെ വരും. അത് വേദന എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ വേദനയല്ല, ആ ഹോൾ പ്രോസസ്സിനാണ് പറയുന്നത്, മനസ്സിലായി. അത് സ്ത്രീ കടന്നു പോകുമ്പോൾ അറ്റ് ദ സെയിം ടൈം കൂടെയുള്ള ഭർത്താവും കടന്നു പോകും. ഓക്കെ, ഇപ്പോൾ വേറെ മക്കളുണ്ടെങ്കിൽ അവരും കടന്നു പോകും. ആ ഹോൾ കുടുംബം കടന്നു പോകുന്ന ഒരവസ്ഥ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് നിനക്ക് നിൻ്റെ ഭർത്താവിനോടുള്ള ആയിരിക്കും കൂടുതൽ ആഗ്രഹം, കൺട്രോൾ ചെയ്യാനുള്ള ആഗ്രഹം, മനസ്സിലായി. പക്ഷേ ഭർത്താവ് നിന്നെ ഡോമിനേറ്റ് ചെയ്യും. കൺട്രോളിങ് ഫ്രീക്ക് എന്ന് പറയുന്നത് ഞാനിത് വായിക്കുമ്പോൾ ഇതിൻ്റെ നിരൂപന്മാരൊക്കെ ഓരോ എഴുതി വെച്ചൊക്കെ വായിക്കുമ്പോൾ ഞാൻ സത്യമായി ചിരിക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് അവർ നല്ല ചില കാര്യങ്ങളൊക്കെ സത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും പക്ഷെ വായിക്കുമ്പം അതൊരു മനസ്സിലായ ഒരു രസകരമായ വായനയാണ്. എങ്കിലും ഇവിടെ നമ്മളാ ഉദ്ദേശിക്കുന്ന കൺട്രോളിങ് മാനെ ഓവർ പവർ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ നോക്കാം, ഇപ്പം നമ്മളെ ഒരു സ്ത്രീ രാവിലെ എണ്ണിക്കുമ്പോൾ തൊട്ട്, ഇപ്പം നാട്ടിലെ കാര്യങ്ങളും ഇവിടെ രാവിലെ എണ്ണിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പണിയാണ്. വൈകുന്നേരം കിടക്കുന്നിടം വരെ അവർക്കൊരു റെസ്റ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ ഈ പ്രസവത്തിൻ്റെ ഹോൾ ടൈം അവർ പോകുന്ന കഷ്ടപ്പാട്, പക്ഷെങ്കിൽ ക്രെഡിറ്റ് വരുമ്പോൾ ആർക്ക് കിട്ടുന്നത്? ഭർത്താവാണ്, മനസ്സിലായി. അപ്പോൾ അതേപോലെ രാവിലെ തൊട്ട് കഷ്ടപ്പാട് വരും, പക്ഷേ ക്രെഡിറ്റ് വരുമ്പോൾ എല്ലാം ഭർത്താവിന് വരുന്നു, അല്ലേ? ഭർത്താവിന് വരും. അവർ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ഇതിലും. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് എന്തോ, ഞങ്ങൾക്ക് ഈക്വൽ പേ, ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇവന് ക്രെഡിറ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെടുന്നില്ല. ശരിയാണ്, സത്യമാണ്. ഇപ്പം നമ്മളൊരു മദേഴ്സ് ഡേ മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെങ്കിൽ അതൊരു വുമൻസ് ഡേ. പക്ഷെ ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കളാകുമ്പം ഈ സ്റ്റാറ്റസ് മാറുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഓൾമോസ്റ്റ് മിക്കവാറും കൾച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ വുമൻസിനെ സംബന്ധിച്ചാൽ ഒരു സെക്കൻഡറി ഇതല്ലേ, ആദ്യം ഭർത്താവിനെ ഇത്. പക്ഷെ ദൈവം ക്രിയേറ്റ് ചെയ്തപ്പോൾ അങ്ങനെയല്ല, നേരെ പകുതി ഹാഫ് എടുത്ത് 2 പേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. പക്ഷെങ്കിൽ ഫങ്ഷണൽ വ്യത്യാസമാണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാം ഈക്വലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ പാവത്താൽ എന്ത് പറ്റി? ആ സ്റ്റാറ്റസ് മാറി.
പാമ്പിൻ്റെ കാര്യമായി. പാമ്പ് സംതിങ് ഹൈ ആയിരുന്നു, ഡൗൺ ആയിപ്പോയി. മനസ്സിലായി? അപ്പോൾ എന്ന് പറയുന്നത് ലൈക്ക് യു ആർ ദ സെയിം ഈക്വൽ സ്റ്റാറ്റസ് ബട്ട് താഴ്ത്തപ്പെട്ടു പോയി, പിന്തള്ളപ്പെട്ടു പോയി. പക്ഷേ അതൊരു വല്ലാത്ത സങ്കടകരമായ കാര്യം. നമ്മുടെ നാട്ടിലായാലും സ്ത്രീധനത്തിൻ്റെ കാര്യം, ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയം മുതൽ ഒരു പേരൻസിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ അല്ലേ, അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ്. ഒരു ദുഷ്പേര് കേൾക്കാതെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പം പിന്നെ സൗന്ദര്യത്തിൻ്റെ പേരിലും എഡ്യൂക്കേഷൻ്റെ പേരിലും സ്ത്രീധനത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ തമ്മി, എൻ്റെ ദൈവമേ, അയ്യോ എന്തൊരു സ്ട്രഗിളല്ലേ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഈ സ്റ്റാറ്റസ് മാറുമോ? ഇല്ല, പിന്നെയും ഇത്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് ആ സ്റ്റാറ്റസ് ഇപ്പം നമ്മുടെ ഈ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ സർട്ടൻ ടൈം വരെ സ്ത്രീകൾക്ക് പല സമൂഹത്തിലും ഇതിലൊന്നും അവരുടെ വാക്ക്, ഇപ്പം നമ്മൾ ബൈബിളിൽ സമയത്ത് പഠിച്ച സ്ത്രീകളുടെ വാക്ക് അംഗീകരിക്കപ്പെടുന്നതേ അല്ല. മനസ്സിലായി? അംഗീകരിക്കപ്പെടുന്ന അതേ അല്ലായിരുന്നു സാക്ഷ്യങ്ങൾ. എന്നാൽ നമ്മുടെ ബൈബിളിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് ഭയങ്കര പവർഫുൾ സ്റ്റാറ്റസ് ഉണ്ട്. യേശുപ്പച്ചൻ്റെ ജീനിയോളജി പഠിച്ചു വരുമ്പം 5 സ്ത്രീകൾ വരുന്നുണ്ട്. അതിൽ ചില ആൾക്കാരുടെയൊക്കെ ഇത് എടുത്ത് നോക്കിയാൽ, അതായത് റൂത്തമ്മച്ചിയുടെ എന്തോ ഒരു ലൈക്ക് ദുഷ്പേര് കേൾക്കുമെന്നുള്ള ഒരു പേടിയില്ലാതെ എങ്ങനെയെങ്കിലും ആ ഒരു സന്തതി പരമ്പര കൊണ്ടുപോകണമെന്നാണ്. അതേപോലെ താമാറിൻ്റെ കാര്യം. താമാർ വരുമ്പം കണ്ടിട്ടില്ലേ, ഒരു വേശ്യശ്രീയുടെ വസ്ത്രം എടുത്ത് ധരിച്ച ആ സന്തതി ആ സ്റ്റാറ്റസ് കീപ്പ് പോയിരിക്കും. അതേപോലെ റിബേക്ക അമ്മച്ചി പാപം ഒരു സാധുശീലനായ യാക്കോബിനെ അപ്സൈഡ് ഡൗൺ ടേൺ ചെയ്ത് ഒരു ഡിസീവർ, ഒരു കൗശലക്കാരൻ എന്നുള്ള രീതിയിലാക്കി, ഒരു പാവം ഒരു മാമബോയ് ആയിരുന്ന ചെറുക്കനെ തിരിച്ചു വിട്ട്, മനസ്സിലായി? ആ ഒരു സ്റ്റാറ്റസ് ലൈൻ കീപ്പ് ചെയ്ത് കണ്ടില്ലായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് അതേപോലെ യേശുപ്പച്ചൻ്റെ ഇതായി നിൽപ്പും മറ്റുള്ളവർ പേടിച്ചിരുന്നപ്പം ആദ്യം കല്ലറക്കി എന്ന സ്ത്രീകൾ അങ്ങ് ദേ ഹാഡ് എ ഹൈ സ്റ്റാറ്റസ്. മനസ്സിലായി? അപ്പം ബൈബിളിൽ സ്ത്രീകൾക്ക് ഹൈ സ്റ്റാറ്റസ്, ഈക്വൽ സ്റ്റാറ്റസാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ കമ്മ്യൂണിറ്റിയിൽ ചുറ്റും സറൗണ്ടിങ്സിൽ അത് വന്നിട്ടില്ല. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഇത് വന്നപ്പം ആ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഒരു കാര്യം, ഇപ്പം ഞാൻ പല സമയങ്ങളിലും കേൾക്കുന്നുണ്ട്, എനിക്ക് എന്നെ തന്നെ നോക്കാനറിയാം, എനിക്ക് ജോലി ചെയ്ത് പിള്ളേരെ നോക്കാനറിയാം, എനിക്ക് ഭർത്താവിൻ്റെ ആവശ്യമില്ല, ഐ നോ ഹൗ ടു ടേക്ക് കെയർ എന്ന്. അതൊക്കെ ശുദ്ധ മണ്ടത്തരവും ശുദ്ധ വിവരക്കേടും. അത് ഒരു വീണ്ടെടുപ്പിൻ്റെ ബോൺ അഗെയിൻനെസ് ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് അതൊക്കെ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. മനസ്സിലായി? ഇനിയും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവ്വാമ്മച്ചി ഈക്വൽ സ്റ്റാറ്റസ് ആയിരുന്നു, എല്ലാം ആയിരുന്നു. ഒരു സില്ലി മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചോദിക്കാതെ എടുത്ത് കഴിച്ചു. ആ പുള്ളിക്കാരത്തിക്ക് അവ്വാമ്മച്ചിക്ക് തോന്നിയ ഫുഡ് എടുത്ത് കഴിച്ച്, ഇഷ്ടമൊന്നും തോന്നി, ഭർത്താവിനോട് ആരോടും ചോദിക്കാതെ എടുത്ത് കഴിച്ച്, കൽപ്പനകൾ തെറ്റിച്ച് അനുഭവിച്ച് നിങ്ങൾ കടന്നു പോകുന്ന കടന്നു പോകുന്ന സ്ത്രീകൾ കടന്നു പോകുന്ന അവസ്ഥ ഇപ്പോഴത്തെ. ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. പിന്നെയും ആ സ്റ്റാറ്റസ്, ഇതിൻ്റെയും ഈ സെയിം പാവം ചെയ്ത് പിന്നെയും സെയിം സ്റ്റാറ്റസിലോട്ട് നിങ്ങൾക്ക് പോകണോ? അത് നിങ്ങൾ തീരുമാനിക്കില്ല. അത് നിങ്ങൾ ഇപ്പം ഇച്ചിരി താന്നു കൊടുത്താലും ദർസ് നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. അത് നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, സമൂഹത്തിൽ വില കിട്ടാനല്ലേ, അല്ലെങ്കിൽ മാന്യത ആയിട്ടൊരു ജീവിതം നയിക്കാനല്ലേ എന്നുള്ള ആ ഒരു രീതി ചിന്തിക്കപ്പെടത്തില്ല. മനസ്സിലായി? എപ്പോഴും ആപ്പോസിറ്റ് രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. ഇപ്പം മറ്റേ
ആ നിരൂപകന്മാർ പറയുന്ന പോലെ പുതിയ ഓരോ ബാഗുകൾ, ഓരോ ഇതൊക്കെ എവിടുന്നേലുമൊക്കെ കാണുന്നതായിരിക്കും, ചിലപ്പോൾ സിനിമയിൽ നിന്ന് കാണുന്നതായിരിക്കും. മനസ്സിലായി? എനിക്കത് വേണം, ഐ വാണ്ട് ടു ബി യങ് എന്നൊക്കെയുള്ള ആ ഒരു എന്തോ അപ്രൈസൽ പിടിച്ചെടുക്കാൻ നോക്കുന്ന അവസ്ഥ, അതാണ് ഇവിടെ കാണിക്കുന്നത്. മർക്കിട മുഷ്ടിയാൽ പിടിച്ചെടുക്കാൻ നോക്കും. പക്ഷെങ്കിൽ എത്ര യങ്ങായാലും എത്ര യങ്ങാൻ ശ്രമിച്ചാലും ആ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യത്തില്ല. മനസ്സിലായി? അപ്പോൾ അതിനെക്കാട്ടി നല്ലതല്ലേ അത് അംഗീകരിച്ചിട്ട്, മനസ്സിലായി, വിധേയത്തോടെ. ഇപ്പം ബെസ്റ്റ് സാറാമ്മച്ചി പറയുന്നത് തൻ്റെ ഏതോ അഡോണായി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഈക്വൽ സ്റ്റാറ്റസാണ് അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പം മറ്റേ ഇപ്പം സ്വന്തം മാതാവായി യേശു ക്രിസ്തു എൻ്റെ അമ്മച്ചിയെ മേരി അമ്മച്ചി പറയാം റബോനി എന്നുള്ള സ്വന്തം മോന. മനസ്സിലായി? എൻ്റെ മോനെ യേശു ക്രിസ്തു വലിയ ക്രെഡിറ്റ് കളിച്ച് നടക്കുക. എന്നാൽ ക്രെഡിറ്റ് കളിച്ച് നടക്കുന്ന വേറെ ഒരു അമ്മച്ചിയുണ്ട്, സബദി മക്കളുടെ. മനസ്സിലായി? ഈക്വൽ സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞ് നടന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷെ അപ്പുറത്ത് റബോനി, മനസ്സിലായി, എന്ന് വിളിച്ച് സ്വന്തം മാതാവ് അവിടെ ആ ഈ വലിയ ഇതൊന്നും കൂടെ ഇച്ചിരി താഴ്മപ്പെട്ടായെങ്കിലും, മനസ്സിലായി, ഒരു നല്ലൊരു ജീവിതത്തിൻ്റെ ഉടമയായി അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയുടെ ഒരു ഇതായിട്ട് നമുക്ക് കാണിച്ചു തന്നു. അതേപോലുള്ള അവസ്ഥയാണ്. യെസ്, അംഗീകരിക്കുന്നു, ഈക്വൽ സ്റ്റാറ്റസ് ഇല്ല, ഈക്വൽ പേ ഇല്ല, സർട്ടൻ സ്ഥലങ്ങളിലൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല, സമ്മതിച്ചു. പക്ഷേ എങ്കിലും സ്വന്തം ഭർത്താവ് അംഗീകരിക്കാതിരിക്കുമോ? ഇല്ല. മനസ്സിലായി? കടന്നു പോകുന്ന കഷ്ടപ്പാടുകളും എല്ലാം കാണുന്നുണ്ട്. മനസ്സിലായി? സർട്ടൻ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എന്നും അവിടെ ഇരുന്ന് യോ എൻ്റെ പെണ്ണെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? മനസ്സിലായി? അപ്പം അവർ കാണുന്നുണ്ട്, ദേ ആർ സീയിങ് ഇറ്റ്. ബട്ട് വൺ ഡേ അത് തിരിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചർച്ചിലുള്ള ആ ആൻറ്റി കടന്നു പോയ കഷ്ടപ്പാടുകളെല്ലാം അങ്കിൾ കണ്ടു. ഞാൻ ആൻറ്റി കടന്നു പോകുന്നത്, ഇപ്പോൾ ആൻറ്റി കടന്നു പോകുന്ന കഷ്ടപ്പാട് ഞാൻ അങ്കിൾ പറയുന്നത് നൗ ഇസ് എൻ്റെ സമയം ആൻറ്റി ടേക്ക്, ബിക്കോസ് ഷീ ടുക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ ആൻഡ് മൈ പേരൻസ്, റൈറ്റ്? അപ്പം അത് കാണുന്നുണ്ട്. മനസ്സിലായി? നിങ്ങൾക്കിത്, പക്ഷെ അത് മർക്കട മുഷ്ടിയാൽ പിടിച്ചെടുക്കണം, എനിക്ക് വേണമെന്ന് പറഞ്ഞ് വലിയ എന്തോ കൊച്ചമ്മ കളിച്ച് നടന്നു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. താഴെ സ്ഥലത്ത് താഴുള്ളൂ. ഇത് ചെയ്യാൻ ഭർത്താവ് ചില സമയം ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്, ഐ നോ ഹൗ ടു ഡു ദിസ്. അതൊക്കെ ഒരു ഇമ്മച്യൂരിറ്റിയുടെ സംസാരങ്ങളും ഒരു പക്വതയില്ലായ്മയുടെ സംസാരം. അയ്യോ, പക്വതയില്ലായ്മ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കൊച്ചമ്മമാരെ പക്വതയില്ലാത്തത്. അപ്പം പക്വതയില്ലാത്തതും അതൊക്കെ ലൈക്ക് യു നീഡ് യുവർ ഹസ്ബൻഡ് ഇല്ലാതെ വരുമ്പോഴേ അതിൻ്റെ ദുഃഖം അറിയത്തുള്ളൂ. ഓക്കെ? അപ്പം അവർ പോയി കഴിയുമ്പോഴേ അതിൻ്റെ സ്റ്റാറ്റസ് അറിയത്തുള്ളൂ, അതിൻ്റെ വില അറിയത്തുള്ളൂ. മക്കളില്ലാതെ വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു നിർത്താം. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, കാരണം റെസ്റ്റോറൻറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മമ്മി ഉണ്ടല്ലോ. എനിക്കിട്ടൊരു പണി തന്നപ്പോഴാണെന്നറിയാമോ? ഉപ്പാപ്പൻ മരിച്ചു പോയപ്പോൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോയപ്പോൾ ഞാൻ പാത്രം കഴുകി ഉപ്പാട് പോയിരുന്നു. എൻ്റെ കുക്ക് ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ അന്നേരം മനസ്സിലായി. അവർക്ക് മണിക്കൂറുകളോളം നിന്ന്, ഞാനൊരു 1-2 മണിക്കൂർ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ബാക്ക് സ്പാസവും എല്ലാം എനിക്ക് വരാൻ തുടങ്ങി. മനസ്സിലായി? അപ്പം അത് കഴിഞ്ഞു. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ടൊരു ലെസൺ പഠിച്ചതെന്നു വെച്ചാൽ എൻ്റെ പൈതങ്ങൾക്ക് ഞാൻ വേറെ എത്ര സ്വർണം കൊണ്ടൊരു ഭാര്യ ഉണ്ടാക്കി കൊടുത്താലും ആ ജനിപ്പിച്ച അമ്മ അല്ലാതെ വേറെ ഒരമ്മയ്ക്കും ആ സ്ഥലം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ആ വേദന, അവരുടെ ആ സ്ട്രഗിൾ ഞാൻ കണ്ടു. മനസ്സിലായി? എനിക്കൊരു പാഠമായിരുന്നത് അവർ രണ്ടുപേരും പോയത്. ഇനി അങ്ങനെ പറയത്തില്ലെന്നല്ല, കാരണം ക്രെഡിറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലത് കിടപ്പുണ്ട്. മനസ്സിലായി? ആ ഒരു കഷ്ടത, ആ പിള്ളേർ കടന്നുപോയ കഷ്ടത എനിക്ക് മനസ്സിലായി. ദർസ് നോബഡി ക്യാൻ റീപ്ലേസ് എ റിയൽ മദർ. മനസ്സിലായി? അപ്പം അതേപോലുള്ള എൻ്റെ പക്വതയില്ലായ്മ കുറവുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ ദൈവം പഠിപ്പിക്കുവാൻ ആ സ്റ്റാറ്റസ് കൂടെ കടന്നു ഉണ്ടപ്പം ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റാ. മനസ്സിലായി? എനിക്ക് ആ പാഠം പഠിക്കാനിടയായി എന്ന് പറയുന്ന പോലെ
ഇതേപോലെ പല പക്വതയില്ലായ്മ അന്നേരം ഞാൻ മനസ്സിലാക്കിയ ഈ ഓരോരുത്തർ പറയുന്നത് ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ ലൈഫ് എന്ന്. അയ്യോ, ഇതേപോലെ ആയിരുന്നല്ലോ ഞാൻ ചിന്തിച്ച് ആ സെയിം പക്വതയില്ലായ്മക്കുറവാണല്ലോ അവർ മച്യൂരിറ്റി ഇല്ലായ്മക്കുറവ്. വി നീഡ് എവറിബഡി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം കുറേ ആൾക്കാർ കടന്നുപോയി. എൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ എൻ്റെ ഒരു അങ്കിള് മരിച്ചുപോയി. അപ്പം അവർക്ക് ദേ ആർ ദ റീസൺ വൈ ഞാൻ ഇന്ന് ജീവിക്കുന്നത്, മനസ്സിലായി. അപ്പം അതേപോലൊക്കെ നമുക്കെല്ലാവരെയും എല്ലാ സമയത്തും എല്ലാവരെയും വേണം. നമുക്ക് ഒരാളില്ലാതെ, ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാം. നമ്മൾ ഇത്രയും വളർന്നു വന്ന് പലരും, ഞാൻ ഇത് പറയാൻ കാരണം കഴിഞ്ഞിടയ്ക്ക് ഒരാളുടെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ഞാൻ കേട്ട് എനിക്കിപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരടിവസ്ത്രം മാറി ഇടാനില്ലാത്ത അവസ്ഥ അവർക്കുണ്ടായിരുന്നു, മനസ്സിലായോ. വല്ലവരും സഹായിച്ചാണ് അവർ പഠിച്ച് വലുതായി വന്നു. ഇവിടെ വന്ന് ആറനായി, മനസ്സിലായോ. പൈസ ഒത്തിരി ആയിക്കഴിഞ്ഞപ്പം അവരുടെ വായിന്ന് വന്ന വാക്ക് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പഠിച്ച ഒരു ഇതെൻ്റെ മനസ്സിൽ കിടന്നപ്പോൾ ഈ വാക്കുകൾ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒന്നും വരാതെ, മനസ്സിലായി. അമ്പാവമ്മച്ചി ചെയ്ത പോലെ പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ അന്നത്തെ സന്ദർഭത്തിൽ തോന്നിയ കാര്യം. പക്ഷേ അതിന് മുമ്പേ ഒരു കമാൻഡ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ആരാ സൃഷ്ടിച്ചേ, ഞങ്ങളെ ആരാ വളർത്തി വലുതാക്കി ഇത്രത്തോളം കൊണ്ടുവന്ന്, ആ ദൈവം ഞങ്ങൾക്ക് തന്ന കൽപ്പന ഞങ്ങൾക്ക് ഇറ്റ്സ് അവർ പ്രിവിലേജ് ടു അനുസരിക്കാനുള്ളതെന്നുള്ള ആ ബോധമില്ലാതെ വന്നിട്ട് ആ അന്നത്തെ സന്ദർഭത്തെ ഇത് നോക്കി എടുത്ത് കഴിച്ചു. ആ പുള്ളിക്കാരത്തിയുടെ ഓൺ നിരൂപണത്തിൽ ഇതെടുത്ത് കഴിച്ചു. വലിയ നാശനഷ്ടം. പിന്നെ വരുന്നത് ഗർഭധാരണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ഒരു ഫുൾ പ്രോസസ്സാണ്. അത് ആ സമയത്തെ പെയിനല്ല, കടന്നു പോകുന്ന ഹോൾ പ്രോസസ്സ്. ഡാമിനേറ്റ് ചെയ്യുന്നത് ഈ സെയിം തിങ് തന്നെയാണ്. പക്ഷേ അത് അന്നൊരു വീണമെങ്കിലും ഇപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ബാക്ക് ടു ഈക്വൽ സ്റ്റാറ്റസ് ആണ് വന്നിരിക്കുന്നത്. വുമനെ ടേക്ക് കെയർ ചെയ്യണം. അത് അടുത്ത വരുന്നുണ്ട്, അന്നേരം ഞാൻ പറയാം. ഓക്കെ, പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ദൈവമേ സുഖസദാവേ, അല്പസമയം ഞങ്ങൾക്ക് ദൈവമേ ശ്രദ്ധിക്കാണ്ടാക്കി, ദൈവമേ സ്ത്രീയോടുള്ള അനുബന്ധത്തെ ശ്രദ്ധിക്കാണ്ടാക്കി, ദൈവമേ അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം ദൈവമേ ഞങ്ങൾ കണ്ടല്ലോ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ഞങ്ങൾക്ക് ദൈവമേ ആ സ്റ്റാറ്റസ് മാറ്റി ഈക്വൽ സ്റ്റാറ്റസായി ദൈവമേ ദൈവമേ ജീവിതത്തിലെ സ്ട്രെസ്സുകളെല്ലാം എടുത്ത് ഒരു ദൈവമേ പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റ്ഫുള്ളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അമ്മച്ചി മേക്ക് ചെയ്ത സെയിം മിസ്റ്റേക്ക് പോലെ പിന്നെയും ഞങ്ങൾക്ക് മേക്ക് ചെയ്യാൻ ഇടയാക്കല്ലേ. ബുദ്ധിപൂർവ്വം അഹങ്കാര വാക്കുകളൊന്നും വരാതെ ദൈവമേ, പക്വതയില്ലായ്മക്കുറ വാക്കുകളൊന്നും വരാതെ ദൈവമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ബഹുമാനത്തോടെ ജീവിപ്പാൻ, അത് ദൈവമക്കളാണെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ദൈവമേ ഇവരിലുള്ള മുപ്പിരിച്ചരുടെ പെട്ടെന്ന് അറ്റുപോകുകയില്ല എന്നുള്ള അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്താലാണല്ലോ ഇവരെ ഒരുമിപ്പിച്ചെന്നുള്ള ആ ഒരു സ്നേഹത്താൽ ഞങ്ങൾക്ക് കണ്ട് ദൈവമേ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുമാനമാക്കണമേ. യേശു മനസ്സാക്കണമേ. യേശു തന്നെ. ആമേൻ.